ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധവിമാനത്തിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനമാണ് ഇത്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഇന്ധനം കുറവാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ ഇതിൽ പ്രതിരോധ നടപടിയുള്ള ചില സാങ്കേതിക ക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം വിമാനം അവിടെ നിന്ന് മടങ്ങുമെന്നാണോ? അനുജ, നിലവിൽ കേരളത്തിന്റെ അധികാര പരിധി 12 നോട്ടിക്കൽ മൈലാണ്. ഈ 12 നോട്ടിക്കൽ മൈലിന് ദൂരെ 100 നോട്ടിക്കൽ മൈൽ പ്രദേശത്താണ് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ വന്നത്. അവിടെ നിന്നും യുദ്ധവിമാനം പറന്നുയർന്നത് പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പറന്നുയർന്നത്. പക്ഷേ ഇന്ധനത്തിന്റെ വിഷയം കൊണ്ടാണ് പിന്നീട് അത് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അതിനെ ഇറക്കിയത്. കാരണം അതിന് ഇന്ധനം കുറവായതിനു കൊണ്ടാണ് ഇറക്കിയത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ ഈ വിമാനം കാണാൻ സാധിക്കില്ല. നിലവിൽ കാണുന്നത് ഇവിടുത്തെ റൺവേയും ഒപ്പം തന്നെ ടെക്നിക്കൽ വിഭാഗവുമാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ഇറക്കുക ഈ ടെക്നിക്കൽ വിഭാഗത്തിന് അടുത്തുള്ള സ്ഥലത്തേക്കായിരിക്കും അടിയന്തരമായിട്ടുള്ള വിമാനങ്ങൾ ഇറക്കുക. നിലവിൽ ഇത് ആഭ്യന്തര എയർ ബേയിലേക്ക് വിമാനം മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനം ഇറക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അനുമതിയോടുകൂടിയാണ് ഇറക്കിയത്. ഇത് ഈ പരിശീലനത്തിന് എത്തിയ വിവരം തന്നെ സാധാരണഗതിയിലൊക്കെ തന്നെ അറിയിക്കാറുണ്ട്. അത് രാജ്യാന്തര കപ്പൽ ചാലാണ്. അവിടെ ഏത് രാജ്യത്തിനും അവിടെ വരാം. കാരണം 12 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് ഇന്ത്യൻ പരിധി, അല്ലെങ്കിൽ കേരളത്തിന് അനുമതിയുള്ള അല്ലെങ്കിൽ അധികാര പരിധി. അതിൻ്റെ അപ്പുറത്തേക്ക് എത്താം. ഇവിടെ ഈ ഇന്ധനം തീരാനുള്ള കാരണമായി ബ്രിട്ടൻ അവരുടെ കപ്പലിൽ നിന്നും പറയുന്നത് പ്രിൻസസ് വെയിൽ എന്ന കപ്പലാണ്. ആ കപ്പൽ അറിയിക്കുന്നത് കപ്പലിൽ നിന്നും പറന്നുയർന്നു. പക്ഷേ പറന്നുയർന്ന വിമാനത്തിന് തിരികെ ഇറങ്ങുന്ന സമയത്ത് കടൽ പ്രക്ഷുബ്ധമായി, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ ആടി ഉലഞ്ഞു, അതിന് ചലനങ്ങളുണ്ടായി. അത് കപ്പൽ പറന്നുയർന്നത് പോലെ തന്നെ തിരിച്ചിറങ്ങാൻ അതിന് സാധിച്ചില്ല. ഈ കപ്പലിൽ നിന്നും വിമാനം പറന്നുയർന്നെങ്കിലും തിരിച്ചിറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ അധികം സമയം ഈ യുദ്ധവിമാനത്തിന് കടലിൽ തന്നെ ഈ കപ്പലിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കേണ്ടി വന്നു. അങ്ങനെ അധിക സമയം പറക്കേണ്ടി വന്ന സമയത്ത് ഇന്ധനം തീർന്നു. അങ്ങനെ ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിലാണ് ഇന്ത്യൻ നേവി തന്നെയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇറക്കാനുള്ള അനുമതി നൽകി. നിലവിൽ ഇവിടെ ഈ ആഭ്യന്തര ബേയിലേക്കാണ്, ഈ ഡൊമസ്റ്റിക് ബേയിലേക്ക്, എയർ ബേയിലേക്ക് ഇവിടെ ഈ വിമാനം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇനി ഈ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിൻ്റെ ഒപ്പം തന്നെ ഈ പ്രതിരോധ വകുപ്പിൻ്റെ കേന്ദ്ര അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ധനം നിറച്ച ശേഷം ഇവിടെ നിന്നും ഈ യുദ്ധവിമാനം പറന്നുയരും. ഇത് സംബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത് നേവിയാണ്. നേവിയുടെ ഉദ്യോഗസ്ഥരെത്തി നേരിട്ട് ഈ യുദ്ധവിമാനവും യുദ്ധക്കപ്പലും പ്രിൻസസ് വെയിൽ എന്ന ഈ കപ്പലും എപ്പോഴെത്തി, ഇവിടെ പരിശീലനം അടക്കമുള്ള എന്തൊക്കെ നടപടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും മറ്റ് സാങ്കേതിക പ്രശ്നം ഈ വിമാനത്തിനുണ്ടായിട്ടുണ്ടോ, പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു, കാറ്റുണ്ടായിരുന്നു, ഈ കടലിൽ ഈ കപ്പലിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തതിന് മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഈ കേന്ദ്ര അനുമതിയോടുകൂടി മാത്രമേ ഇനി ഇന്ത്യയുടെ അധികാര പരിധിയിലെത്തി ഉള്ള ഈ വിമാനത്താവളത്തിൽ നിന്നും ഈ ബ്രിട്ടന്റെ ഈ വിമാനം ഇനി ഇവിടെ നിന്നും വിട്ടു നൽകുകയുള്ളൂ. ഇതിൽ ബ്രിട്ടീഷ് പ്രതിരോധ വിഭാഗത്തിന്റെ എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ മനീഷ്? അവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കാണുമല്ലോ. അനുജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്താണ് അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികാര പരിധി. ആ 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് ഒരു കപ്പലിനോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾക്കോ വരാനുള്ള അനുമതി സ്വാഭാവികമായുമില്ല. ഇത് 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്താണ്. അവിടെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ പ്രിൻസസ് വെയിൽ എന്ന യുദ്ധക്കപ്പൽ എത്തിയതും അവിടെ നിന്ന് പരിശീലന പറക്കൽ എന്ന രീതിയിലാണ് ഈ പറന്നുയർന്നതും. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ വിമാനത്തിന് തിരിച്ചിറങ്ങാൻ സാധിക്കാത്ത സമയത്ത് തന്നെ അത് ഇന്ത്യൻ നേവിയോടും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെയും ഇത് അറിയിച്ചിരുന്നു. ഇതാണ് കാരണം. ഈ രീതിയിലുള്ള പ്രതികൂലമായ കാലാവസ്ഥ പ്രത്യേകിച്ച് കേരള, കർണാടക, ശ്രീലങ്ക തീരത്ത് നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുള്ള ആളുകൾക്ക് കടലിൽ പോകുന്നതിനടക്കം വലിയ നിയന്ത്രണമുണ്ട്. കാരണം കാലാവസ്ഥ അത്രയും പ്രതികൂലമായി നിൽക്കുകയാണ്. കടലും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. ഈ യുദ്ധക്കപ്പലിലേക്ക് ഈ വിമാനത്തിന് ഇറങ്ങണമെങ്കിലുള്ള സാങ്കേതികമായ ചില രീതികളുണ്ട്. ആ രീതികളല്ലാത്തത് കൊണ്ടാണ് തിരിച്ചിറങ്ങുന്നതിലെ പ്രശ്നമുണ്ട്. അത് കാരണം സഹിതം ഇനി ബോധിപ്പിക്കേണ്ടി വരും. അത് ഇന്ത്യൻ നേവിയോടും പ്രതിരോധ മന്ത്രാലയത്തോടും ബോധിപ്പിക്കേണ്ടി വരും ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങേണ്ടി വന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിലാണ് നിലവിൽ ടെക്നിക്കൽ വിഭാഗത്തിന് സമീപമുള്ള സ്ഥലത്തേക്ക് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര അവിടെ കനത്ത മഴയും കാറ്റുമാണ്. അതുകൊണ്ട് തന്നെ മനീഷ് മഹിപാലിന് കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല.
ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനത്തിനാണ്. അത്തരത്തിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. അതിൽ ചില നടപടിക്രമങ്ങളുണ്ട് പ്രതിരോധ വകുപ്പിന്റെ. അതിനെല്ലാം ശേഷം മാത്രമേ ഈ യുദ്ധവിമാനത്തിന് മടങ്ങാൻ കഴിയുകയുള്ളൂ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ കാലാവസ്ഥ പ്രക്ഷുബ്ധമാണ് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതിപ്പോൾ നമ്മൾ തത്സമയം കാണുകയും ചെയ്തു.